ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ LSTDയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ 7ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയുടെ സീരീസിലുള്ള 40ാമത്തെ വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2017 നടന്നിട്ടുള്ള LSTDയുടെ ഓവർസിയർ ഡ്രാഫ്റ്റ്മെൻ ഗ്രേഡ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ചാനലിൽ ജോയിൻ ചെയ്യുക, പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ റോക്സ് ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ ഈസ് കോൾഡ് ആസ്. മാഗ്മ കൂൾ ചെയ്തിട്ടുണ്ടാവുന്ന റോക്കിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, റോക്കുകളെ ജിയോളജിക്കലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇഗ്നിയസ്, സെഡിമെന്ററി, അതേപോലെ തന്നെ മെറ്റമോർഫിക്. ഇങ്ങനെ 3 രൂപത്തിലാണ് ജിയോളജിക്കലി റോക്കുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഇഗ്നിയസ് റോക്ക്. ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾട്ടൺ മാഗ്മ തണുത്തിട്ട് ഉണ്ടാകുന്ന റോക്കുകളെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇഗ്നിയസ് റോക്ക്. ഇനി സെഡിമെന്ററി റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെതറിംഗ് ആക്ഷൻ കാരണം, പാരന്റ് റോക്കിന് വരുന്ന വെതറിംഗ് ആക്ഷൻ കാരണം അതിന്റെ റോക്കിന്റെ പാർട്ടിക്കിൾസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് എന്തെങ്കിലും ഏജൻസ് വഴി ക്യാരി ഓവർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന റോക്കുകളെയാണ് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് പറയുക. ഏജൻസ് എന്ന് പറഞ്ഞാൽ വാട്ടറോ അല്ലെങ്കിൽ വിൻഡോ, ഫ്രോസ്റ്റോ പോലെയുള്ള എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഏജന്റുകൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ പാരന്റ് റോക്കിൽ നിന്നുള്ള പാരന്റ് റോക്ക് വെതറിംഗ് ആക്ഷൻ സംഭവിച്ചുകൊണ്ട് ഉണ്ടാവുന്ന ആ റോക്കിന്റെ പാർട്ടിക്കിൾസിനെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവുന്ന റോക്കുകളെയാണ് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് പറയുക. ഇനി വാട്ട് ഈസ് മെറ്റമോർഫിക് റോക്ക്? മെറ്റമോർഫിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റമോർഫിക് ആക്ഷൻ കാരണം റോക്കിന് വരുന്ന മാറ്റമാണ്. അതായത് ഇഗ്നിയസോ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കുകളോ നമ്മുടെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിൽ ഹൈ ടെമ്പറേച്ചറും പ്രഷറും വരുമ്പോൾ ആ റോക്കിന് എന്തുണ്ടാവും? ഒരു ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി മാറിക്കൊണ്ട് പുതുതായിട്ട് റോക്ക് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഇസ് ജനറലി ഫൈൻഡ് ഔട്ട് ബൈ. ഒരു ഫൗണ്ടേഷന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ് എന്നുള്ളതാണ്. ഈ കൊടുത്തിട്ടുള്ള ഫോർമുലയിൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, റാങ്കിൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കുക. ഒരു ഫൗണ്ടേഷന്റെ മിനിമം ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലയാണ് റാങ്കിൻസ് ഫോർമുല. P/W × 1 - sin φ / 1 + sin φ the whole square എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റാങ്കിൻസ് ഫോർമുലയിൽ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ കണ്ടുപിടിക്കുന്നത്. അതിൽ P എന്നുള്ളത് ടോട്ടൽ ലോഡാണ്, ആ സോയിൽ വരുന്ന ടോട്ടൽ ലോഡാണ്. W എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ സോയിൽ ആണ്. ആൻഡ് φ ഈസ് ദി ആംഗിൾ ഓഫ് റിപ്പോസ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഫോർമുല നോക്കുക. ഒന്ന് മാനിങ്സ് ഫോർമുലയാണ്. മാനിങ്സ് ഫോർമുല അതേപോലെ തന്നെ ചെസീസ് ഫോർമുലയൊക്കെ നമ്മൾ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലാസ് ആണ്. കെനഡീസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കെനഡി സിൽറ്റ് തിയറി ഉണ്ട്. നമ്മൾ കനാലിലൊക്കെ സിൽറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ പറ്റി ഉള്ള ഒരു സ്റ്റഡി എന്ത് ചെയ്യുന്നുണ്ട്? കെനഡി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് സിൽറ്റ് ഡെപ്പോസിഷന് വേണ്ടിയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ കെനഡീസ് തിയറിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫോർമുല റാങ്കിൻസ് ഫോർമുലയാണ്. ദാറ്റ് ഈസ് D = P/W × 1 - sin φ / 1 + sin φ the whole square. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വിഡ്ത്ത് ഓഫ് സ്റ്റെയർ ഈസ് നോട്ട് ലെസ് ദാൻ -cm. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ സ്റ്റെയറിന്റെ വിഡ്ത്ത് എത്ര സെന്റിമീറ്ററിനേക്കാൾ കുറയാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ബിൽഡിംഗ് ബൈലോസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് വേയുടെ വിഡ്ത്ത് എത്രയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റെയർ എന്താണ്? ആക്ച്വലി ഒരു എക്സിറ്റ് വേ ആണ്. മുകളിൽ അപ്പർ ഫ്ലോറിൽ നിന്ന് താഴത്തോട്ട് പോകാനുള്ള ഒരു എക്സിറ്റ് വേ ആണ് ശരിക്കും സ്റ്റെയർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഏതൊരു ബിൽഡിങ്ങിന്റെയും എക്സിറ്റ് വേയുടെ വിഡ്ത്ത് പറയുന്നുണ്ട്. സോ ആ എക്സിറ്റ് വേയുടെ വിഡ്ത്ത് വെച്ച് നോക്കുമ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ഉണ്ടാവേണ്ട സ്റ്റെയറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ ആണ്. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് 90 സെന്റിമീറ്റർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ബിൽഡിംഗ് റൂളിൽ എവിടെയും പറയുന്നില്ല. എക്സിറ്റ് വേയുടെ വിഡ്ത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെയറിന്റെ വിഡ്ത്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ 120 സെന്റിമീറ്ററിനേക്കാൾ കുറയാൻ പാടില്ല എന്ന് എടുത്ത് ബിൽഡിംഗ് ബൈലോസിൽ പറയുന്നുണ്ട്. അപ്പോൾ 1.2 മീറ്റർ മിനിമം വിഡ്ത്ത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഉണ്ടാവണം എന്ന് ബിൽഡിംഗ് ബൈലോസിൽ പറയുന്നുണ്ട്. എന്നാൽ 90 സെന്റിമീറ്റർ മാത്രമേ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല. അത് എക്സിറ്റ് വേയുടെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ 90 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 85 സെന്റിമീറ്റർ ഒക്കെ ചിലപ്പോൾ ഓപ്ഷനിൽ വരാറുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ കോഴ്സ്ഡ് റബിൾ മേസൺറി സോർട്ട് 3 ദ തിക്നെസ് ഓഫ് മോർട്ടാർ ജോയിന്റ് ഈസ്.
അതായത് കോഴ്സ്ഡ് റബിൾ മേസണറിയിൽ സോർട്ട് 3 മോർട്ടാർ ജോയിന്റിന്റെ തിക്നെസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ കോഴ്സ്ഡ് റബിൾ മേസണറി, എന്താണ് അൺകോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. കോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേസണറിയിൽ നമ്മൾ സ്റ്റോണുകളെ ലെയർ ആയിട്ടാണ് എന്ത് ചെയ്യുക അടുക്കി വെച്ചിട്ടുണ്ടാവും. ഒരു കോഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ലെയർ ഫോം ചെയ്യുന്ന രൂപത്തിലാണ് കോഴ്സ്ഡ് റബിൾ മേസണറി ഉണ്ടാവുക. എന്നാൽ അൺകോഴ്സ്ഡ് റബിൾ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോഴ്സ് ഫോം ചെയ്യാതെ പല സൈസിലുള്ള സ്റ്റോണുകൾ അടുക്കി വെച്ചുകൊണ്ടാണ് അൺകോഴ്സ്ഡ് റബിൾ മേസണറി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഇനി കോഴ്സ്ഡ് റബിൾ മേസണറിയിൽ തന്നെ 3 ടൈപ്പ് കോഴ്സ് റബിൾസ് ഉണ്ട്. അതിലൊന്നാണ് സോർട്ട് 1, സോർട്ട് 2 ആൻഡ് സോർട്ട് 3, ഇങ്ങനെ 3 ഉണ്ട്. അപ്പൊ സോർട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ല് വെക്കുമ്പോൾ തന്നെ ഒരു കോഴ്സ് ഫോം ചെയ്യുന്ന രൂപത്തിലാണ് സോർട്ട് 1 ഉണ്ടാവുക. എന്നാൽ സോർട്ട് 2 എന്ന് പറഞ്ഞാൽ 2 കല്ലുകൾ അടുക്കി വെക്കുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക ഒരു ലെയർ ഫോം ചെയ്യുക. അതായത് അവിടെ 2 കല്ലുകൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ലെയറുകളെ ഫോം ചെയ്യാം. സോർട്ട് 3 ആവുമ്പോൾ അവിടെ 3 കല്ലുകൾ അടുക്കി വെച്ചുകൊണ്ടാണ് ഒരു ലെയർ ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 3 കല്ലുകൾ വേണമെങ്കിൽ ഒരു ഹൈറ്റിന്റെ ഒരു കോഴ്സിന്റെ ഹൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കല്ലുകൾ വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം. അപ്പൊ ഇതില് സോർട്ട് 1 മോർട്ടാർ തിക്നെസ് 10 mm കൂടാൻ പാടില്ല. സോർട്ട് 2 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ മോർട്ടാർ തിക്നെസ് 12 mm കൂടാൻ പാടില്ല. സോർട്ട് 3 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായി ജോയിന്റുകൾ ഒരുപാട് ഉണ്ടാവും അല്ലെ, 3 കല്ലുകൾ വെക്കുമ്പോൾ ജോയിന്റ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ സോർട്ട് 3 16 mm കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ മോർട്ടാർ തിക്നെസ് വരാൻ പാടില്ല. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൂൾസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ഓഫ് സോഫ്റ്റ് സ്റ്റോൺസ് ഈസ്, സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോണുകൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ ബോസ്റ്റർ ആണ്. ബോസ്റ്റർ എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് സ്റ്റോണുകളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു എഡ്ജ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ആദ്യത്തെ ഫിഗറിൽ കാണുന്നത് എന്താണ്, ഒരു ബോസ്റ്റർ ആണ്. അതിനൊരു എഡ്ജ് ഉണ്ടാവും. ആ എഡ്ജിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 mm ആയിരിക്കും. 6 സെന്റിമീറ്റർ വീതിയുള്ള ഒരു കട്ടിംഗ് എഡ്ജ് ഉള്ള ഒരു ടൂളാണ് ബോസ്റ്റർ എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്റ്റോണുകളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോസ്റ്ററുകൾ ഉപയോഗിക്കുക. ഇനി ബാക്കിയുള്ള ടൂളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ജമ്പറാണ്. ജമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലാസ്റ്റിങ്ങിനൊക്കെ നമ്മൾ കല്ല് പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പാറ പൊട്ടിക്കുമ്പോൾ ബ്ലാസ്റ്റിങ്ങിന്റെ സമയത്ത് നമ്മൾ ഹോളുകൾ ഫോം ചെയ്യാൻ വേണ്ടി ബോർ ഹോളുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് ജമ്പർ ഉപയോഗിക്കുക. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് ഡിപ്പർ എന്നുള്ളത്. അതും വെർട്ടിക്കൽ ഹോളുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഗേജ്? ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റോണുകൾ ഡ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗേജ് എന്നുള്ളത്. അതായത് കോർണിസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ട്രിങ് കോഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടോ കോപ്പിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സ്റ്റോണിനെ ഡ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ഗേജ് എന്നുള്ളത്. ദെൻ അടുത്തത് ഹാമർ ആണ്. ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹാമർ ഉപയോഗിക്കും. ഹാമർ തന്നെ പല ടൈപ്പ് ഹാമറുകൾ ഉണ്ട്. സ്പാൾ ഹാമർ ഉണ്ട്, സ്കാബ്ലിംഗ് ഹാമർ ഉണ്ട്, ക്ലബ് ഹാമർ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഹാമറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്കഫോൾഡിംഗ് ദ ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു ദ വാൾ ഈസ് നോൺ ആസ്. സ്കഫോൾഡിങ്ങിൽ വാളിന് പാരലൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ മെമ്പറിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്താണ്? ലെഡ്ജേഴ്സ് ആണ്. ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റാൻഡേർഡുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഡ്ജർ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ലെഡ്ജർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അല്ലേ. ഇതിന് എന്താണ് ലെഡ്ജർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുക. ഇത് ആക്ച്വലി ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഡബിൾ സ്കഫോൾഡിംഗ് ആണ്. സിംഗിൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു സ്റ്റാൻഡേർഡുകൾ മാത്രം, അതായത് ഒരു ലെയർ ഓഫ് സ്റ്റാൻഡേർഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ 2 ലെയർ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 ടൈപ്പ് സ്കഫോൾഡിങ്ങുകൾ ഉണ്ട്. സിംഗിളും ഉണ്ട്, അതേപോലെ തന്നെ ഡബിളും ഉണ്ട്. അപ്പോൾ സിംഗിൾ സ്കഫോൾഡിംഗ് ആണെങ്കിലും ഡബിൾ സ്കഫോൾഡിംഗ് ആണെങ്കിലും അതിൽ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. ആ സ്റ്റാൻഡേർഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലെഡ്ജർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയാണ് വാൾ ഉണ്ടാവുക. ആ വാളിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക ലെഡ്ജേഴ്സ് നിൽക്കുന്നുണ്ടാവുക. പുട്ട്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയറിൽ നിൽക്കുന്ന സ്റ്റാൻഡേർഡുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുട്ട്ലോഗ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണാം ട്രാൻസം ഓർ പുട്ട്ലോഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഈ മെമ്പറിനെയാണ്. അപ്പോൾ ചിലപ്പോൾ എന്താണ് സിംഗിൾ സ്കഫോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ വാളിനെയും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ്സിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക പുട്ട്ലോഗ് ഉപയോഗിക്കുക. അപ്പോൾ പുട്ട്ലോഗ് നിൽക്കുന്നത് ശരിക്കും വാളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, പാരലൽ ആയിട്ടല്ല. വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന മെമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസം അല്ലെങ്കിൽ പുട്ട്ലോഗ് ആണ്. ഇനി വാട്ട് ഈസ് ബ്രിഡിൽ? ബ്രിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പണിങ്ങിലേക്കാണ് നമ്മളുടെ പുട്ട്ലോഗിനെ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പുട്ട്ലോഗിനെ ഓപ്പണിങ്ങിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മെമ്പറിനെയാണ് നമ്മൾ ബ്രിഡിൽ എന്ന് പറയാം. അപ്പോൾ ബ്രിഡിൽ എന്താണ്? ആക്ച്വലി ഒരു ബീമാണ്. നിങ്ങൾക്കറിയാം നമ്മളൊരു സിംഗിൾ സ്കഫോൾഡിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വാളിലോട്ട് എന്ത് ചെയ്യും, വാളിലൊരു ഹോള് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അല്ലേ.
അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ഓപ്പണിംഗ് ആണ് വരുന്നതെന്ന് വിചാരിക്കും. ഒരു ജനലിന് വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പണിങ്ങിലോട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ഈ പുട്ട്ലോഗിനെ വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ പുട്ട്ലോഗിനെ വെക്കേണ്ടി വന്നാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ബീം വാളിന് പാരലായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രിഡിൽ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ടേമാണ് റെയ്ക്കർ. റെയ്ക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല. നമ്മളുടെ സ്കഫോൾഡിങ്ങിനെ ടോട്ടലി എന്താണ് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെമ്പർ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി അത് സിംഗിൾ സ്കഫോൾഡിങ്ങിലൊക്കെയാണ് ഉണ്ടാവുക, റേക്കേഴ്സ് നമ്മൾ കൊടുക്കും. അതായത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക? റേക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്ലേസിംഗ് ഓഫ് ന്യൂ ഫൗണ്ടേഷൻ ബിലോ ആൻ എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷൻ ഈസ് കോൾഡ് ആസ്. ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷന്റെ താഴെയായിട്ട് നമ്മൾ പുതിയൊരു ഫൗണ്ടേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അതിനെയാണ് അണ്ടർ പിന്നിങ് എന്ന് പറയാം. അപ്പൊ അണ്ടർ പിന്നിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്തെങ്കിലും ഒരു അത്ര സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഒക്കെ കൂടുതലായിട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിലുള്ള കെട്ടിടത്തിന്റെ താഴെയായിട്ട് തന്നെ പുതിയ നമ്മളുടെ നിലവിലുള്ള ഫൗണ്ടേഷനുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ ഫൗണ്ടേഷനുകൾ എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ അണ്ടർ പിന്നിങ് എന്ന് പറയുക. അപ്പോൾ അണ്ടർ പിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ കൺസ്ട്രക്ഷൻ ആണ് ആക്ച്വലി. പക്ഷേ എന്താണ്? എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിന്റെ താഴെയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ഫൗണ്ടേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ഷോറിംഗ്? ഷോറിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് നമ്മൾ ഒരു സ്ട്രക്ചറിനെ അൺസേഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തുക. അതിനെയാണ് ഷോറിംഗ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പോസ്റ്റിനെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ റിമൂവ് ചെയ്ത് പുതിയ ഒരു പോസ്റ്റ് അവിടെ സ്ഥാപിക്കുന്ന സമയത്തേക്ക് നമുക്ക് മുകളിലുള്ള സ്ട്രക്ചറിനെ, അൺസേഫ് ആയിട്ടുള്ള ആ സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തേണ്ടി വരും. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ആ സപ്പോർട്ടിനെയാണ് നമ്മൾ ഷോറിംഗ് എന്ന് പറയുന്നത്. ഇനി റിപ്പയറിംഗ് എന്താണെന്ന് അറിയാം. സ്ട്രട്ടിങ് സെപ്പറേറ്റ് പറയേണ്ട. ഇപ്പം നമ്മൾ റേക്കർ പറഞ്ഞ പോലെ തന്നെയാണ് സ്ട്രട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രട്ടിംഗ് എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻലി യൂസ്ഡ് ഫൗണ്ടേഷൻ ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അത് വെൽ ഫൗണ്ടേഷൻ ആണ്. കൂടുതലായിട്ടും വെള്ളത്തിൽ നടത്തുന്ന ഫൗണ്ടേഷനുകൾ കൂടുതലും വെൽ ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത്. എസ്പെഷ്യലി ബ്രിഡ്ജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ഡെപ്തിൽ എന്ത് വേണ്ടി വരും? ബ്രിഡ്ജിന്റെ മുകളിൽ വലിയ ലോഡുകൾ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വെൽ ഫൗണ്ടേഷൻ കൊടുക്കും. ഇപ്പൊ വെൽ ഫൗണ്ടേഷൻ എന്താണ്? ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. മനസ്സിലാക്കുക, രണ്ട് ടൈപ്പ് ഫൗണ്ടേഷനുകൾ ഉണ്ട്. ഷാലോ ഫൗണ്ടേഷനും അതേപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനും ഉണ്ട്. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വിഡ്ത്തിന്റെ അത്രയോ അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും അതിന്റെ ഡെപ്ത് ഉണ്ടാവുക. എന്നാൽ വിഡ്ത്തിനേക്കാൾ കൂടുതൽ ഡെപ്ത് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. അപ്പൊ ഡീപ്പ് ഫൗണ്ടേഷനിൽ 3 ടൈപ്പ് ഫൗണ്ടേഷനുകൾ ഉണ്ട്. ഒന്ന് പൈൽ ഫൗണ്ടേഷൻ, രണ്ടാമത്തത് വെൽ ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ കേസൺ ഫൗണ്ടേഷൻ. ഇങ്ങനെ 3 ഫൗണ്ടേഷനുകളാണ് ഡീപ്പ് ഫൗണ്ടേഷൻ ഉള്ളത്. അതിൽ ബ്രിഡ്ജുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലാണ് ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും അത് വെൽ ഫൗണ്ടേഷനുകളായിരിക്കും. ഇനി വാട്ട് ഈസ് സ്പ്രെഡ് ഫൂട്ടിംഗ്? സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോളത്തിന്റെ താഴെയായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക? അതിന്റെ ഫൂട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയും. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങുകളൊക്കെ സ്പ്രെഡ് ഫൂട്ടിംഗ് ആണ്. പിന്നെ ഉള്ളത് റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ്. ഒരു റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. ഒരു സ്ട്രക്ചറിന്റെ താഴെ മുഴുവനായിട്ടും എന്ത് ചെയ്യാണ്? ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഫൂട്ടിങ്ങിൽ നിന്ന് കോളംസ് പൊക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും. ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലൈം ഈസ് കോമൺലി യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്? വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് ഫാറ്റ് ലൈം ആണ്. കാരണം ഫാറ്റ് ലൈം എന്നുള്ളത് പ്യുവർ ലൈമാണ്. അതിന്റെ മാക്സിമം ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് 5% ആണ്. അതായത് തീരെ ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത ഒരു ലൈമിന് നിലനിൽക്കാൻ പറ്റില്ല, ഒരിക്കലും സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈമിൽ ഏറ്റവും വൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പ്യൂരിറ്റി കുറഞ്ഞ ടൈപ്പ് ഓഫ് ലൈമാണ് ഫാറ്റ് ലൈം. വളരെ ഫാസ്റ്റിൽ സ്ലേക്ക് ചെയ്യുകയും പതുക്കെ മാത്രം സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലൈമാണ് ഫാറ്റ് ലൈം. അപ്പോൾ ഈ ഫാറ്റ് ലൈമിന് വൈറ്റ് ലൈം എന്നൊരു പേരുണ്ട്. അതിന്റെ കളർ കൊണ്ട് അതിന് വൈറ്റ് ലൈം എന്ന് പേരുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് വാഷിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലൈം എന്ന് പറയുന്നത് വൈറ്റ് ലൈമാണ്. ഇതേപോലെ തന്നെ വൈറ്റ് ലൈമിന്റെ അല്ലെങ്കിൽ ഫാറ്റ് ലൈമിന്റെ മറ്റൊരു പേരാണ് പ്യുവർ ലൈം, അതേപോലെ തന്നെ റിച്ച് ലൈം, അതേപോലെ ഹൈ കാൽഷ്യം ലൈം എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇനി വാട്ട് ഈസ് എ ക്യുക്ക് ലൈം? ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു ലൈം കാൽസിനേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ലൈം സ്റ്റോൺ കാൽസിനേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ലൈമും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും അതിൽ നിന്ന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ പ്യുവർ ലൈമാണ് എന്ത് ആക്ച്വലി ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ കിട്ടുന്ന കാൽസിനേഷൻ സംഭവിച്ചു കഴിഞ്ഞ ഉടനെ നമുക്ക് കിട്ടുന്ന ആ ലൈമിനെയാണ് ക്യുക്ക് ലൈം എന്ന് പറയാം. അപ്പൊ ക്യുക്ക് ലൈം പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല, കാരണം അതിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി മറ്റൊരു ടൈപ്പ് ലൈമാണ് എന്ത്? സ്ലേക്കഡ് ലൈം.
അപ്പൊ സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ലേക്കിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താണ്? വെള്ളം വലിച്ചെടുത്തുകൊണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോപ്പർട്ടി എന്തുണ്ട്? ലൈമിനുണ്ട്. അപ്പോൾ പ്യുവർ ലൈം, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യുക്ക് ലൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അതിന് സ്ലേക്കിംഗ് സംഭവിക്കും. അങ്ങനത്തെ ലൈമുകളെയാണ് നമ്മൾ സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ലൈം എന്ന് പറയാം. ഇനി ഹൈഡ്രേറ്റഡ് ലൈമും ഹൈഡ്രോളിക് ലൈമും സെയിം അല്ല, അത് നമ്മൾ മനസ്സിലാക്കുക. ഹൈഡ്രോളിക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഫാറ്റ് ലൈമിൽ 5% മാത്രമേ ഇമ്പ്യൂരിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഈ 5% മുതൽ 30% വരെ ഇമ്പ്യൂരിറ്റി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ലൈമാണ് ഹൈഡ്രോളിക് ലൈം. അപ്പൊ നേരത്തെ ഹൈഡ്രേറ്റഡ് ലൈം പറഞ്ഞു, സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമിൽ എന്താണ്? വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കുന്നുള്ളതാണ് സ്ലേക്കഡ് ലൈമിന്റെ പ്രത്യേകത. എന്നാൽ ഇമ്പ്യൂരിറ്റീസ് കൂടുതലുള്ള 5 മുതൽ 30% വരെ ഇമ്പ്യൂരിറ്റി ഉള്ള ലൈമിനെയാണ് ഹൈഡ്രോളിക് ലൈം എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ വാട്ടർ ലൈം എന്നും പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്ലംപ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ. എന്തിനാണ് സ്ലംപ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം സ്ലംപ് ടെസ്റ്റ് എന്നുള്ളത് ഒരു സൈറ്റ് ടെസ്റ്റ് ആണ്, ലബോറട്ടറി ടെസ്റ്റ് അല്ല, സൈറ്റ് ടെസ്റ്റ് ആണ്. സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലം ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. സ്ലം ടെസ്റ്റിന് എന്തുണ്ടാവും? ഒരു സ്ലം കോൺ ഉണ്ടാവും. അതേപോലെ തന്നെ ആ സ്ലം കോണിൽ നമ്മൾ എന്ത് ചെയ്യും? 3-4 ലെയറുകളായിട്ട് കോൺക്രീറ്റ് അതിലേക്ക് നിറയ്ക്കുന്നു. എന്നിട്ട് ആ സ്ലം കോൺ മുകളിലോട്ട് ഉയർത്തുമ്പോൾ അവിടെ കിട്ടുന്ന ആ സ്ലംപ് കോണിന് എത്രയാണോ അതിന്റെ ടോപ്പിൽ നിന്ന്, സ്ലം കോണിന്റെ ടോപ്പിൽ നിന്ന് അതിന്റെ ഹയസ്റ്റ് പോയിന്റിലേക്ക് ഹൈറ്റ് ഉണ്ടാകുന്നത്, അതിനെയാണ് നമ്മൾ സ്ലംപ് വാല്യൂ എന്ന് പറയാം. അപ്പോൾ തീരെ സ്ലംപ് വാല്യൂ ഇല്ലാത്തത് എന്താണ്? വർക്കബിലിറ്റി വളരെ കൂടുതലായിരിക്കും. വർക്കബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അതിൽ വാട്ടർ കണ്ടന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ സ്ലം ടെസ്റ്റ് എന്നുള്ളത് ഒരു സൈറ്റ് ടെസ്റ്റ് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി വർക്കബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.